ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശിവാനി ഇനി ആ ചാവി കൈക്കലാക്കാൻ വേണ്ടി, അതായത് ആ കുടുംബഭരണം ശിവാനിക്ക് ഏറ്റെടുക്കാൻ വേണ്ടി ശിവാനി തൻ്റെ കൈ മുറിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ശിവാനി സ്വയം നിധിയുടെ അടുത്തോട്ട് ചെന്നിട്ട് പറയുന്നുണ്ട്, എടി നീ വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കില്ല, എൻ്റെ കൈക്കുള്ളിൽ ഈ സ്വത്ത് മുതലെല്ലാം വരും, അത് ഞാൻ ചെയ്യും, അതിനെനിക്ക് കാണണോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ കാണണം എന്നുള്ള വെല്ലുവിളി വിളിക്കുമ്പോൾ കത്തിയെടുത്തിട്ട് ഇങ്ങനെ കൈ മുറിക്കുകയാണല്ലോ. അപ്പോൾ ഈ സമയം ശിവാനി പറയുന്നത് ഇത് നിധിയാണ് ചെയ്തതെന്ന് എല്ലാവർക്കും മുന്നിൽ അങ്ങ് സത്യം തുറന്ന് പറയാനായിട്ടാ, അതായത് കള്ള നുണയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ യാമിനി പറയുന്നുണ്ട്, എൻ്റെ പ്രണവേട്ട ഒരിക്കലും ഈ ശിവാനിയുടെ വാക്ക് കേൾക്കരുത്, ഇവർ പറയുന്നതിൽ ഒരു കള്ളത്തരമുണ്ട് എന്ന് പറയണ്ട. അപ്പോൾ ഇത് കേൾക്കുന്ന CK ചന്ദ്രബോസും അവരുടെ ഭാര്യയും ശിവാനിയെ സ്വന്തം മകളെ പോലെയാണല്ലോ അവർ കാണുന്നത്. അങ്ങനെ ഒരു ഇതാണല്ലോ അവരവിടെ ചെയ്തു കൂട്ടുന്നത്, നിധിക്ക് തിരിച്ചടി കൊടുക്കാൻ. അങ്ങനെ ഈ സമയം ഇതൊന്നും കേൾക്കാൻ പ്രണവിന് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പ്രണവ് ശരിക്കും മാറിയിരിക്കുന്നു. പ്രണവിന് തൻ്റെ ഭാര്യയുടെ കൈ മുറിച്ച ആ ഒരു വൈരാഗ്യ ബുദ്ധി വരികയാണ്. അപ്പോൾ CK ചന്ദ്രബോസ് പറയണേ, ഇനിയിപ്പോൾ കയറ്റോ ഇറക്കൊന്നും ഇവിടെ വേണ്ട, നമുക്ക് പെട്ടെന്ന് പോലീസിനെ വിളിക്കാം, അതാണ് നല്ലത്, നിധിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോട്ടെ എന്ന് പറയണ്ട. അപ്പോൾ ഇത് കേൾക്കുന്ന പ്രണവ് പറയണ ശരിയാണ്, നിധിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോട്ടെ എന്ന് പറയണ്ട. അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ പ്രണവ് പറയണ കൊണ്ടുപോട്ടെ എന്ന് പറയുമ്പോൾ യാമിനി പറയണ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് എന്ന് പറയണ്ട. നീ നിൻ്റെ ഏട്ടത്തിയെ കുറിച്ചാണ് പറയുന്നതെന്ന് യാമിനി പ്രണവിനോട് പറയുന്നുണ്ട്. അപ്പോൾ യാമിനി ആ പറയുന്ന വാക്കുകൾക്ക് യാതൊരു മൂല്യവും കൊടുക്കാതെ ഇവർ ഇപ്പോൾ ചെയ്തതെന്താ, എൻ്റെ ഭാര്യയുടെ കൈയാണ് മുറിച്ചിരിക്കുന്നത്, ഇങ്ങനെ വൃത്തികെട്ട സ്വഭാവം ആർക്കും ഉണ്ടാവില്ല എന്നിങ്ങനെ പറയാനേട്ടോ. എന്നിട്ട് നിധിയെ അടിക്കാനങ്ങ് ഒരുങ്ങുന്ന സമയത്ത് അവിടെ ഗൗതം ഇടപെടേട്ടോ, അതെ അടിയും കുത്തൊന്നും വേണ്ട, അപ്പോൾ എൻ്റെ ഭാര്യ ഇവൾ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താ. അപ്പോൾ അത് കേൾക്കുന്ന ഇവിടെ പാറു പറയണ, എന്താടാ നീ പറയുന്നത്, ഏട്ടത്തിയമ്മയെ എടി പൊടി എന്നൊക്കെ വിളിക്കല്ലേ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ പറയുന്നുണ്ട്, അങ്ങനെയല്ല, എൻ്റെ ഭാര്യയെ ചെയ്ത് ശിവാനിയുടെ കൈകൾ മുറിച്ചതും പോരാ, പിന്നെ എന്താ വേണ്ടത്. അപ്പോൾ ഉടൻ തന്നെ എന്തായാലും ഞാനൊരു കാര്യം പറയാം, എന്തായാലും പോലീസിനെ വിളിക്കാം, അതാണ് നല്ലത്, പോലീസിനെ വിളിച്ച് പോലീസ് തന്നെ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്നുള്ള ആ ഒരു വെളിപ്പെടുത്തൽ അവിടെ ഇങ്ങനെ CK ചന്ദ്രബോസിൻ്റെ ഭാര്യ പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന പാറു പറയണ, അയ്യോ ഒരിക്കലും പോലീസിനെ വിളിക്കരുത്. അപ്പോൾ പ്രണവ് പറയണ, അമ്മ ഇതിൽ പോലീസിനെ വിളിച്ചേ പറ്റുള്ളൂ, ഈ നിധി ഇടത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം, ഇവർ തെറ്റ് ചെയ്തല്ലോ, അപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ ഇല്ല നിധി അങ്ങനെ ചെയ്യില്ല. അപ്പോൾ യാമിനിയും പറയുന്നുണ്ട് ചെയ്യില്ല, അപ്പോൾ ഗോപി പറയുന്നുണ്ട് ചെയ്യില്ല, ഇത് അങ്ങനെയല്ല, അപ്പോൾ എല്ലാവരും എൻ്റെ ഭാര്യയാണ് കുറ്റപ്പെടുത്തുന്നത്, എന്നാൽ അത് പറ്റില്ല, എന്തായാലും പോലീസ് വരട്ടെ എന്ന് പറയട്ടെ. അപ്പോഴേക്കും വസുന്ധര പോലീസിനെ വിളിക്കാനുള്ള ആ ഒരു ഏർപ്പാട് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും പോലീസ് വരട്ടെ എന്നുള്ള ആ തീരുമാനത്തിലെത്തുമ്പോൾ പാറു പറയണ, ദയവ് ഇത് നിങ്ങൾ ഇവിടെ പോലീസും കേസൊന്നും ഉണ്ടാക്കില്ല, അതൊരു പ്രശ്നമാണെന്ന് പറയട്ടെ. അപ്പോൾ ഈ സമയം ഗൗതമാണെങ്കിലും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഉടൻ തന്നെ പാറു വസുന്ധരയോട് പറയണ, വസു നീ പറയുന്നത് പോലെ എന്ത് വേണമെങ്കിലും ഞാൻ കേൾക്കാം. അപ്പോൾ വസുന്ധര പറയണ, ശരി പോലീസ് വരണ്ട, എന്നാൽ ഞാൻ പറയുന്ന ഉപാധി നിങ്ങൾക്ക് കേൾക്കാൻ തയ്യാറാണ് എന്ന് പറയട്ട. എന്നിട്ട് പറയണ, അതെ ഈ വീടിൻ്റെ ഭരണം കൊടുത്തിരിക്കുന്ന നിധിക്കല്ലേ, അവളുടെ ആ ചാവി മേടിച്ചിട്ട് ഈ പറയുന്ന ശിവാനിക്ക് കൊടുക്കുകയെന്ന് പറയട്ടെ. അപ്പോൾ ഇതൊക്കെ കേട്ട ഉടൻ തന്നെ ശിവാനിക്ക് വളരെ സന്തോഷമാവാണ്. അപ്പോൾ ഉടൻ തന്നെ നിധിയോട് പറയണ, മോളെ നീ പോയിട്ട് ആ ചാവി എടുത്തിട്ട് വാ എന്നുള്ള വാക്ക് പറയാൻ കേട്ടോ. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ ഗൗതം പറയാം, അതെങ്ങനെ നടക്കും അമ്മയെന്ന് പറയണേ. അപ്പോഴേക്കും വസുന്ധര പറയണേ, ഞാൻ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ആ ചാവി എടുത്ത് കൊണ്ടുവരികയാണെങ്കിൽ ഈ കേസ് ഇവിടെ നിന്ന് ഒഴിവാക്കാം, അത് ശിവാനി നടത്തട്ടെ എന്ന് പറയണ്ട. അപ്പോൾ പാറു ആണെങ്കിലോ ഇനിയൊരു കേസും ഒരു പ്രശ്നവും ഉണ്ടാവാതിരിക്കാൻ പാറു പറയണേ, നിധി നീ എന്ത് നോക്കി നിൽക്കുന്ന, ആ ചാവി എടുത്ത് വാ എന്ന് പറയണ്ട. അപ്പോൾ ഇത് കേട്ട ഉടനെ അങ്ങ് പറ്റില്ല ഗൗതമിനെ. അപ്പോൾ നിധി എടുക്കാൻ പോകുമ്പോൾ, നിധി ഒന്ന് അവിടെ നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാണെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ, നിന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു പെർമിഷൻ ഞാൻ കൊടുത്തിരിക്കുന്നു. CK ചന്ദ്രബോസ് പോലീസിനെ വിളിച്ച് പറഞ്ഞോളൂ, എൻ്റെ ഭാര്യ ഇങ്ങനെ കത്തിക്കൊണ്ട് ശിവാനിയുടെ കൈ വെട്ടിയിരിക്കുന്ന നിധി എന്നുള്ളത് നിങ്ങൾ വിളിച്ചു പറയുമെന്ന് പറയട്ടെ. ഇത് കേൾക്കുന്ന CK ചന്ദ്രബോസ് ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. ഉടൻ തന്നെ വസുന്ധരയും ഞെട്ടുന്നുണ്ട് കേട്ടോ. ഈശ്വരവൻ എന്താ ഭാവിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ള ഭാവത്തിൽ. അപ്പോൾ ഉടൻ തന്നെ ശിവാനിക്ക് ഇങ്ങനെ പേടിയാവണം, ഈശ്വര ഇയാൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള ഭാവത്തിൽ. അപ്പോൾ ഉടൻ തന്നെ പ്രണവ് പറയണേ CK ചന്ദ്രബോസിനോട്, എന്തായാലും വൈകിക്കണ്ട, ഇവരെ അറസ്റ്റ് ചെയ്യണം, ഇവരുടെ ഈ ക്രിമിനൽ മൈൻഡ് ഒരിക്കലും ശരിയാവില്ല എന്ന് പറയണ്ടാവും. അപ്പോൾ ഇത് കേട്ട ഉടനെ പാറു പറയണേ, എന്താ ഗൗതം നീ പറയുന്നത്, നിൻ്റെ ഭാര്യയാണ് നിധി, അവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്നാണ് പറയുന്നത്. അപ്പോഴേക്കും ഗോപി പറയണേ, പോലീസും ഇതൊക്കെ ആവുമ്പോൾ നീ എത്രമാത്രം വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്, അപ്പോൾ ഇവിടെ നിധിയെ അറസ്റ്റ് ചെയ്ത് പോലെ അത് നിനക്കും കൂടി കോട്ടം തട്ടില്ലേ. ഞാൻ പറയുന്നു എൻ്റെ ഭാര്യയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വരട്ടെ, പോലീസ് തീരുമാനിക്കട്ടെ. എന്താ ശിവാനി, പോലീസ് തീരുമാനിക്കട്ടെ അല്ലേ, എൻ്റെ ഭാര്യ തെറ്റ് ചെയ്തോ ഇല്ലേ എന്നുള്ളത് എൻ്റെ ഭാര്യ അവളുടെ വായ കൊണ്ട് പറയൽ കഴിഞ്ഞ്, ഇത് ശിവാനി തന്നെയാണ് വെട്ടിയിരിക്കുന്നതെന്ന്. എന്നല്ല അവളത് പറയുന്നത് നിധിയാണെന്ന്. എന്നാൽ പോലീസ് വന്ന് തെളിയിക്കട്ടെ, അതിനാണല്ലോ നിയമവും നാട്ടിൽ ഈ നിയമങ്ങളൊക്കെ നടക്കുന്നതെന്ന് പറയട്ടോ.
അപ്പോൾ അത് കേൾക്കുന്ന ശിവാനി ഇയാൾ എന്തെങ്ങനെ തറപ്പിച്ച് പറയുന്നത് എന്ന ഭാവത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ വസുന്ധര പറയണേ, CK ചന്ദ്രബോസ് നിങ്ങൾ പെട്ടെന്ന് വിളിക്കും, പോലീസിനെ വിളിക്കുക, അത് ഞാൻ വിളിക്കണോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴും ശിവാനി ആകെ പേടിച്ച് ഉറച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പോലീസിനെ വിളിക്കാൻ വേണ്ടി നമ്പർ എടുക്കുന്ന സമയത്ത് ഉടൻ തന്നെ എന്താ ശിവാനി പോലീസിനെ വിളിക്കല്ലേ എന്നിങ്ങനെ ധൈര്യത്തോട് കൂടി ചോദിക്കുമ്പോൾ ഇവൻ എന്ത് ഇത്ര ധൈര്യത്തിൽ പറയുന്നത്, ഇവൻ്റെ അടുത്ത് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടാവോ അതോ എന്നെ കൊടുക്കുമോ എന്ന പേടി ശിവാനി നിൽക്കുമ്പോൾ ഉടൻ തന്നെ ഗൗതം പറയണേ, എന്താ ഞാൻ വിളിച്ചാൽ മതിയോ പോലീസിനെ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന ശിവാനി ആകെ ഞെട്ടിപ്പോകണം കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ എന്താടാ നീ നിൻ്റെ വേലത്തരം നടത്തുകയാണ് എന്ന് വസുന്ധര ചോദിക്കണം. ആ പോലീസ് വരട്ടെ, പോലീസ് വന്നാൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യമൊന്നുമല്ല ഇവിടെ നടക്കുക, ഇവിടെ നടക്കാൻ പോകുന്നത് എൻ്റെ ഭാര്യ നിധിയെ ഒരിക്കലും അറസ്റ്റ് ചെയ്യില്ല, ഈ നിൽക്കുന്ന ശിവാനിയായിരിക്കും അറസ്റ്റ് ചെയ്യുന്നതെന്ന് പറയട്ടെ. ഇത് കേൾക്കുന്ന വസുന്ധരയും ഈ പറയുന്ന CK ചന്ദ്രബോസ് അവരുടെ ഭാര്യയും പ്രണവൊക്കെ ഞെട്ടിപ്പോകട്ടോ. അപ്പോൾ പ്രണവ് പറയണം, വായിൽ തോന്നിയത് ഏട്ടാ വിളിച്ച് പറഞ്ഞാൽ കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല, നിങ്ങളുടെ ഭാര്യയെ അടിക്കാനും ഞാൻ മടിക്കില്ല, നിങ്ങളെ അടിക്കാൻ മടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രണവ് ചൂടാകുമ്പോൾ ഉടൻ തന്നെ പാറു പറയണേ ഒന്നും അടങ്ങി നിൽക്കടാ. അപ്പോൾ ഉടൻ തന്നെ ഗൗതം പറയണേ, എന്തിനാ മോനെ നീ വെറുതെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്, നീ തന്നെ പോലീസിനെ വിളിച്ചാൽ ഇവിടെ നിധിയാണ് അറസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇല്ല ആരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകില്ല, ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്ത ശിവാനിയാണ് എന്ന് പറയുന്നത്. എന്താ ശിവാനി ഞാൻ വിളിക്കട്ടെ എന്ന് പറയുമ്പോൾ ശിവാനി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ പ്രണവ് ചോദിക്കുക എന്താ ശിവാനി നീ ഒന്നും മിണ്ടാത്ത. അപ്പോൾ തന്നെ ഗൗതം പറയണം അവളൊന്നും മിണ്ടില്ല, എൻ്റെ അടുത്ത് തെളിവുകളുണ്ടെന്ന് പറയണം. അത് കേൾക്കുന്ന വസുന്ധര എന്ത് തെളിവാണ് തൻ്റെ അടുത്തുള്ളത് എന്ന് പറയണം. ഞാൻ ഇവിടെ അന്നേ മുതൽ ഇവൾ ഇങ്ങനത്തെ ഓരോ ഉടായ്പകൾ ചെയ്യുന്ന എനിക്ക് നന്നായി അറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ CCTV ഞാൻ കിച്ചണിൽ വെച്ചിട്ടുണ്ട് എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ശിവാനി ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ വസുന്ധരയാണെങ്കിലും ആകെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ ശിവാനി ഒരു മറുപടിയും പറയുന്നില്ല. അപ്പോൾ ഉടൻ തന്നെ ശിവാനി ചോദിക്കുന്നുണ്ട്, ശിവാനി ഇങ്ങനെ നോക്കിയിട്ട് വസുന്ധര പറയണേ അതിനെന്താ CCTV ഉണ്ടാവുന്നത് എന്താ, പോലീസ് വരട്ടെ, പോലീസ് വന്ന് നിധി അറസ്റ്റ് ചെയ്തേ, കൈ വെട്ടിയത് നിധി തന്നെയല്ലേ, അപ്പോൾ അതുകൊണ്ട് പോലീസ് വരട്ടെ. അപ്പോൾ CK ചന്ദ്രബോസും പറയണേ പോലീസ് വരട്ടെ. അപ്പോൾ പ്രണവും പറയാം പോലീസ് വരട്ടെ, ശരി ഞാൻ എന്തായാലും പോലീസിനെ വിളിക്കാം, പക്ഷേ പോലീസിനെ വിളിക്കുന്നതിന് മുന്നേ തെളിവൊന്ന് കണ്ടു നോക്കാം അല്ലേ ശിവാനി എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ പ്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ ശിവാനി പറഞ്ഞ വാക്കും ഈ പറയുന്ന ഈ കൈ മുറിക്കുന്ന ആ രംഗവും അങ്ങ് കാണിക്കാനായിട്ട് നിധിയുടെ കൈകളിൽ നിന്ന് കത്തി മേടിച്ചിട്ട് കൈ മുറിക്കുന്ന രംഗം കാണുമ്പോൾ ആകെ ഞെട്ടിപ്പോവാനായിട്ട് എല്ലാവരും, പ്രത്യേകിച്ച് പ്രണവ് ഞെട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ പ്രണവ് തൻ്റെ കൈ ഇങ്ങനെ തരിക്കുകയാണ്. പ്രണവ് ഇങ്ങനെ കൈ ഇങ്ങനെ മുറുക്കി പിടിക്കുമ്പോൾ അവിടെ യാമിനി പറയണേ ഞാൻ അന്നേ പറഞ്ഞതാണ് ഏട്ടനോട്. അപ്പോഴേക്കും പാറു പറയണേ ഇതാടാ ഞാൻ ഇവളെ പോലെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കേണ്ടതെന്ന് നിന്നോട് ഞാൻ പലതവണ പറഞ്ഞത്, ഇവളിങ്ങനെയുള്ള നാടകം നടക്കുത്തും പ്രണവേ, ഇപ്പോൾ എന്താ ഉണ്ടായത്, ഇപ്പോൾ നിധിയെ കുറ്റപ്പെടുത്തി നിധിയെ അറസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ ഗൗതം ഇവിടെ CCTV വെച്ചില്ലെങ്കിൽ ഇവളുടെ യഥാർത്ഥ മുഖം എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും യാമിനി പറയണേ ഇന്നേ വരെ രക്തവും കത്തിയും കുത്തലും ഒന്നും നമ്മൾ കേട്ടിട്ടേ ഇല്ല, എന്നാൽ അത് ഇവിടെ സംഭവിച്ചിരിക്കുന്നു, നമ്മുടെ വീട്ടിൽ രക്തക്കറ വീണു എന്ന് പറയണേ. അപ്പോഴേക്കും ഗോപി പറയണേ ശരിയാണ് എടാ നീ ഒറ്റൊരുത്തൻ കാരണമല്ലേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മളുടെ വീട്ടിൽ വന്നത്, ഈ ശിവാനിയെ കല്യാണം കഴിച്ചത് കൊണ്ട് എന്നിങ്ങനെ ഗോപിയും പറയട്ടോ. ഇതേ സമയം പാറുവാണെങ്കിലോ സഹിക്കാനാവാതെ ദേഷ്യം പിടിച്ചിട്ട് ഇത്രയും വൃത്തികെട്ടവളാണോ നീ, സ്വന്തം കൈ മുറിച്ചിട്ട് ഇനി നിധിയെ കുറ്റപ്പെടുത്തുമെന്ന് ഞങ്ങൾക്ക് അറിയാടി, എന്നാൽ എൻ്റെ ഗൗതം മോനെ നീ ഇത് ചെയ്താൽ നന്നായി. അപ്പോൾ ഗൗതം പറയണേ ഇവിടെ നിന്നല്ല കിച്ചണിൽ നിന്നല്ല ഞാൻ എല്ലായിടത്തും CCTV വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് നോക്കുക ഇങ്ങോട്ട് നോക്കുക എന്നൊക്കെ പറഞ്ഞ് മൊത്തത്തിൽ CCTV വെച്ചത് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതേ സമയം വസുന്ധര ആകെ തലതാഴ്ത്തി നിൽക്കുകയാണ്. ഈ പറയുന്ന CK ചന്ദ്രബോസ് മറ്റുള്ളവരൊക്കെ തലതാഴ്ത്തി നിൽക്കുമ്പോൾ പ്രണവിന് അരിശ്യം കയറി വരികയായിട്ട് അങ്ങനെ പ്രണവിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഒന്നൊന്നര അടി കിട്ടുന്ന ശിവാനിയുടെ യഥാർത്ഥ മുഖം കാണുന്ന ആ എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളി എപ്പിസോഡാണ്. ഇനി പ്രണവ് താൻ വലിയൊരു തെറ്റ് തന്നെയാണ് ചെയ്തതെന്നുള്ള തിരിച്ചറിവ് പ്രണവിന് ഉണ്ടാവാൻ പോകുന്ന എപ്പിസോഡാണ്.